ഹായ് ഓൾ, വെൽക്കം ടു ഈസി എക്സൽ. ഇന്ന് നമുക്ക് പിവോട്ട് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പിവോട്ട് ടേബിൾ എക്സലിൻ്റെ പവർഫുൾ ടൂൾ എന്നാണ് പറയുന്നത്, കാരണം ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഒരു വലിയൊരു ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്യാനായിട്ട് പിവോട്ട് ടേബിൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പിവോട്ട് ടേബിൾ യൂസ് ചെയ്തിട്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു ടേബിളാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. അതായത് ഒരു കസ്റ്റമർ ഇപ്പം ഏത് പ്രോഡക്റ്റാണ് കൂടുതൽ പർച്ചേസ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല. പക്ഷേ പിവോട്ട് ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ആദ്യം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മുടെ ഡേറ്റയിൽ ഹെഡിങ്സ് ഉണ്ടാവണം. അതായത് ഓരോ കോളത്തിനും ഹെഡിങ്സ് ഉണ്ടാവണം. പിന്നെ എം ടി സെൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു സെല്ല് പോലും എം ടി ആയിട്ട് കിടപ്പില്ല. പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും സബ് ടോട്ടൽ പോലെയൊന്നും കാണാൻ പാടില്ല. അപ്പം ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എങ്ങനെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ ടേബിളിനുള്ളിൽ ഒരു സെല്ല് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇൻസേർട്ടിൽ ടേബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിലെ ആദ്യത്തെ ഓപ്ഷനാണ് പിവോട്ട് ടേബിൾ. ഇതിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷനുണ്ട്. അതിനകത്ത് എക്സ്റ്റേണൽ ഡേറ്റാ സോഴ്സ് എന്ന് കിടക്കുന്നത് നമുക്ക് വെളിയിൽ നിന്ന് ഉള്ള ഒരു ഡേറ്റയിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫ്രം എക്സ്റ്റേണൽ ഡേറ്റാ സോഴ്സ് കൊടുക്കണം. അല്ലെങ്കിൽ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇനി ഈ ഒരു വിൻഡോയിൽ നമ്മൾ 2 കാര്യങ്ങൾ കൊടുക്കണം. ആദ്യത്തേത് സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. നമ്മൾ ഏതൊരു ഡേറ്റയിൽ നിന്നാണോ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യണം. ഇപ്പം ഇവിടെ ഈ ടേബിളിനുള്ളിൽ സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു ടേബിൾ ഓൾറെഡി സെലക്റ്റായി കിടക്കുകയാണ്. ഇനി അടുത്തത് ചൂസ് വെയർ യു വാണ്ട് ദ പിവോട്ട് ടേബിൾ ടു ബി പ്ലേസ്ഡ്. നമുക്ക് എവിടെയാണ് ഈ പിവോട്ട് ടേബിൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂ വർക്ക്ഷീറ്റും ഉണ്ട്, എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റും ഉണ്ട്. ന്യൂ വർക്ക്ഷീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വർക്ക്ഷീറ്റിൽ ഈ ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ആവും. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് കൊടുക്കാം. എനിക്ക് ഈ ഒരു വർക്ക്ഷീറ്റ് തന്നെയാണ് ഈ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി അതിൻ്റെ താഴെയായിട്ട് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നമ്മൾ ഈ വർക്ക്ഷീറ്റിനകത്ത് എവിടെയായിട്ടാണ് ഈ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയാണോ വേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ബോക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റോസും കോളംസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു ബിൽഡ് എ റിപ്പോർട്ട് ചൂസ് ഫീൽഡ്സ് ഫ്രം ദി പിവോട്ട് ടേബിൾ ഫീൽഡ് ലിസ്റ്റ്. അതിന് തൊട്ടടുത്ത് തന്നെ പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടേബിളിൻ്റെ ഹെഡിങ്സ് ആണ് അവിടെ ഫീൽഡ്സ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. അതിൻ്റെ താഴെ ഡ്രാഗ് ഫീൽഡ്സ് ബിറ്റ്വീൻ ഏരിയാസ് ബിലോ. ഈ മുകളിൽ കൊടുത്തേക്കുന്ന ഫീൽഡ് അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഈ ബോക്സിനകത്ത് കൊണ്ടിടണം. ഇപ്പോൾ ഇവിടെ ഓരോ കസ്റ്റമേഴ്സും എത്ര എമൗണ്ടിനാണ് ടോട്ടൽ പർച്ചേസ് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ കസ്റ്റമേഴ്സിനെ റോസ് എന്ന് പറഞ്ഞ ആ ഒരു ബോക്സിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഇടാം. അപ്പോൾ ഇവിടെ റോ ലേബൽസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ പേരെല്ലാം വന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ പ്രൈസ് അതിനെ വാല്യൂസ് എന്ന് പറയുന്ന ആ ഒരു ബോക്സിലാണ് ഇടേണ്ടത്. ഇപ്പോൾ ഇവിടെ ഓരോ കസ്റ്റമേഴ്സും ടോട്ടൽ എത്ര ആണ് അവർ പർച്ചേസ് ചെയ്തതെന്നുള്ളതിൻ്റെ സമ്മാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ വാല്യൂസിൽ ഡിഫോൾട്ടായിട്ട് സമ്മാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടോട്ടൽ പ്രൈസിൻ്റെ സമ്മ് ഇവിടെ വേറെ ഒന്നും ചെയ്യാതെ തന്നെ സമ്മ് കിട്ടിയത്. ഇവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടല്ല കിടക്കുന്നത്. ഇപ്പം ഓരോ കസ്റ്റമറും ടോട്ടൽ എത്ര എമൗണ്ടിനാണ് പർച്ചേസ് ചെയ്തതെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്. ഇപ്പം ബെൻ എന്ന് പറയുന്ന കസ്റ്റമർ 950 ആണ് ടോട്ടൽ പർച്ചേസ് എന്ന് ഇവിടെ കിടപ്പുണ്ട്. അത് എങ്ങനെ വന്നു, ഈ 950 എങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 950 എന്ന് പറയുന്ന ആ വാല്യൂ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി.
അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേറൊരു ഷീറ്റിൽ കിട്ടി. അതായത് നമ്മൾ ഷീറ്റ് 1-ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കിനും ഷീറ്റ് 2 എന്ന് പറഞ്ഞ് അതിന് മുമ്പായിട്ടൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ബെന്ന് ടോട്ടൽ 3 തവണയാണ് ട്രാൻസാക്ഷൻ നടത്തിയത്. അതിനകത്തെ എല്ലാ കാര്യങ്ങളും ഡേറ്റ്, ഓർഡർ നമ്പർ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് മൊത്തത്തിലാണ് ഇത് സെലക്ട് ആയി കിടക്കുന്നത്. നമുക്ക് ടോട്ടൽ പ്രൈസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണാൻ പറ്റും സം എന്ന് പറയുന്നത് 950. അതിൻ്റെ കൂടെ തന്നെ കൗണ്ടും ആവറേജും കൊടുത്തിട്ടുണ്ട്. ആ ഒരു 3 സെല്ലിൻ്റെ കൗണ്ടും ആവറേജുമാണ് കൊടുത്തേക്കുന്നത്. അപ്പം പിവോട്ട് ടേബിളിനകത്ത് നമുക്ക് ഫോർമുലാസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ സമ്മ്, പ്രോഡക്റ്റ്, ആവറേജ് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് സം അല്ലാതെ വേറെ ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പം പ്രോഡക്റ്റോ കൗണ്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു വാല്യൂ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അന്നേരം വാല്യൂ ഫീൽഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അന്നേരം നമുക്ക് ഈ ഒരു വിൻഡോ വരും. ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് സമ്മാണ് കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് വേറെ ഏത് വേണമെങ്കിലും അതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പം കൗണ്ട് കൊടുത്തപ്പോഴത്തേക്കിനും ഓരോ കസ്റ്റമേഴ്സും എത്ര തവണ പർച്ചേസ് ചെയ്തു എന്നുള്ള ആ ഒരു കൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ റോ ലേബൽസിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം A to Zലാണ് കിടക്കുന്നത്. നമുക്ക് Z to Aയിലോട്ട് വേണമെങ്കിലും ആക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലെ ക്വാണ്ടിറ്റി കൂടെ അറിയണം എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയും ആ ഒരു വാല്യൂസിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരണം. വാല്യൂസിൽ നമുക്ക് ന്യൂമറിക് വാല്യൂസ് മാത്രമേ, അതായത് നമ്പേഴ്സ് മാത്രമേ ഡ്രാഗ് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിയുടെ സമ്മ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ പ്രൈസ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ച് ആ ഒരു ടോട്ടൽ പ്രൈസിനെ ഡ്രാഗ് ചെയ്ത് ആ ഒരു ബോക്സിലേക്ക് ഇട്ടാൽ മതി. ഇതിൽ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. അത് മുകളിൽ ഡിസൈൻ എന്ന് പറയുന്ന ടാബിനകത്ത് ഒരു ഓപ്ഷനുണ്ട് ഗ്രാൻഡ് ടോട്ടൽ. അത് നമുക്ക് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രാൻഡ് ടോട്ടൽ കളയാൻ പറ്റും. ഇനി പ്രോഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്ട്സിനെ കോളത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ ഇപ്പം ഓരോ കസ്റ്റമേഴ്സും ഓരോ പ്രോഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചു എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി മാറ്റിയിട്ട് നമുക്ക് ടോട്ടൽ പ്രൈസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടേബിളിൽ പ്രൈസ് ഡോളർ സിമ്പിളിലാണ് കിടക്കുന്നത്. പക്ഷേ പിവോട്ട് ടേബിളിൽ ആ ഒരു ഡോളർ സിമ്പിൾ വന്നിട്ടില്ല. അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ഫീൽഡ് സെറ്റിങ്സിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു വാല്യൂ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ ഫീൽഡ് സെറ്റിങ്സ് എടുക്കാം, മുമ്പ് ചെയ്ത പോലെ തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂസിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാല്യൂ ഫീൽഡ് സെറ്റിങ്സ് കിട്ടും. അതിൽ നമ്പർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്ത് നമ്പർ, കറൻസി, അക്കൗണ്ടിങ് അങ്ങനെ കുറേ കിടപ്പുണ്ട്. അതിനകത്തുനിന്ന് കറൻസി ചൂസ് ചെയ്യണം. അപ്പം നമുക്ക് സിമ്പിളിനകത്ത് നമുക്ക് വേണ്ടത് ഡോളർ സിമ്പിളാണ്, അതവിടെ കിടപ്പുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. എന്നിട്ട് മറ്റേ ആ ഒരു വിൻഡോയും ഓക്കെ കൊടുക്കുക. ഇപ്പം നമുക്ക് ആ ഒരു ഡോളർ സിമ്പിൾ എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഒരു 1050 എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിൽ നമുക്ക് ഇപ്പം കാണാൻ പറ്റും ആ ഒരു ടോട്ടൽ പ്രൈസ് എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ താഴെ സമ്മിൽ കാണാൻ പറ്റും 1050. ഇനി ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡേറ്റ് ഫിൽറ്റേഴ്സിൽ കൊടുത്താൽ ഇവിടെ ഡേറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ ആ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഡേറ്റ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പം
ആ ഒരു ഡേറ്റിൽ മാത്രം നടന്ന ട്രാൻസാക്ഷൻസ് ആണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഓൾ കൊടുത്താൽ ആ ഒരു എല്ലാ ഡേറ്റിലെയും ഇൻഫർമേഷനും കിട്ടും. ഈ പിവോട്ട് ടേബിളിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ പിവോട്ട് ടേബിൾ ഫീൽഡ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ആ ടാബിനകത്ത് നമുക്ക് ഇതിന് വേണ്ട പിവോട്ട് ടേബിൾ സ്റ്റൈൽസ് ഉണ്ട്. അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ബാൻഡഡ് റോസ്, ബാൻഡഡ് കോളംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ റോ ഹെഡേഴ്സ്, കോളം ഹെഡേഴ്സ് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെ കളയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൽ റിപ്പോർട്ട് ലേഔട്ടിൽ നമുക്ക് വേറെ ലേഔട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിവോട്ട് ടേബിൾ അനാലിസിസ് എന്ന് പറയുന്ന ടാബിൽ നമുക്ക് പിവോട്ട് ടേബിളിന് പുതിയ പേര് വേണമെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ മൂവ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഈ പിവോട്ട് ടേബിൾ വേറെ എവിടേക്കെങ്കിലും നമുക്കത് മാറ്റാൻ പറ്റും. ഇവിടെ ന്യൂ വർക്ക്ഷീറ്റിലാണോ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂ വർക്ക്ഷീറ്റിലാണെങ്കിൽ നമുക്ക് പുതിയൊരു വർക്ക്ഷീറ്റിലേക്ക് ഈ ഒരു പിവോട്ട് ടേബിൾ മാറ്റാൻ പറ്റും. ഇവിടെ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വാല്യൂസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂസ് കൊടുക്കാം. അല്ലെങ്കിൽ ലേബൽസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേബൽസ് കൊടുക്കാം. പിന്നെ അവിടെ ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിയർ ഓൾ കൊടുത്താൽ ഈ ഒരു ഡേറ്റ മുഴുവനായിട്ട് ഡിലീറ്റ് ആകും. നമുക്ക് പിവോട്ട് ടേബിൾ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് എൻ്റയർ പിവോട്ട് ടേബിൾ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെയാണ് പിവോട്ട് ടേബിൾ നമുക്ക് എക്സലിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്